ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റവറൻ ദീപു എബി ജോൺ. ഞാൻ സെൻറ് തോമസ് ഗ്രേറ്റർ ഹൂസ്റ്റൺ CSI ചർച്ചിലെ പുതിയ ഇടവികാരിയാണ്. സെൻജായന് എന്നെ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തണം ഈ ഗ്രൂപ്പിലൂടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഹൂസ്റ്റൺ വോയിസ് എന്ന ചാനലിലൂടെ നിങ്ങളോട് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ 2 ദിവസമായി നാട്ടിൽ വന്നിട്ട്. എൻ്റെ നാട് വെച്ചൂച്ചിറയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള റാന്നിക്കടുത്തൊരു സ്ഥലത്തു നിന്നാണ്. എൻ്റെ പട്ടത്ത ശുശ്രൂഷ എൻ്റെ 8ാം വർഷമാണ് ഇവിടെ. ഞാൻ എൻ്റെ ഭാര്യ 2 മക്കള് ഞങ്ങളിവിടെ ശുശ്രൂഷയിൽ ആദ്യത്തെ ആരാധന ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കുടുംബം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മിനിസ്ട്രിയിൽ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്റ്റൻഡഡ് മിനിസ്ട്രി മാനസികാരോഗ്യ മേഖലയിലൂടെയാണ്. ഞങ്ങൾക്ക് നിലവിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ മേഖലയിൽ അനേകർക്കിടയിൽ പ്രവർത്തിപ്പാൻ ദൈവം ഒരുപാട് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. ഞങ്ങൾ ഇന്ത്യയിൽ അപ്രകാരം ഒരു മിനിസ്ട്രിയിലായിരിക്കാൻ CSI കൗൺസിലിംഗ് സെന്ററിന്റെ ഉത്തരവാദിത്തത്തിലൊക്കെ ആയിരിക്കാൻ ദൈവം അവസരങ്ങൾ നൽകി. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൊന്ന് മാനസികാരോഗ്യ പ്രയാസമുള്ള ഒരാളോട് ജീവിക്കുക, അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതൊക്കെയാണ്. എങ്ങനെ ഒരാൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാകുന്നേ? 4 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യ അവസ്ഥ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഒന്ന്, ഡിസ്ട്രെസ്സാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ എന്താ പറയാ, സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തത് ഡിസ്ട്രെസ് ആയിട്ട് മാറുന്നൊരവസ്ഥയാണ്. നമുക്ക് യൂസ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് അനുഭവം ഉണ്ട്. നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിന് ഒരു സ്ട്രെസ് വേണം, അല്ലേ? പക്ഷെ അത് ഡിസ്ട്രെസ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ ബാധിക്കും. ചിലർ വളരെയേറെ ആകുലപ്പെടുന്നവര്, അത് എക്സ്ട്രീമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ്. 2, ഡേഞ്ചറസ് ബിഹേവിയർ. അത് ചിലപ്പോൾ ഒരു അപകടകരമായ കാര്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്തും നമുക്ക് ഡേഞ്ചറസ് ബിഹേവിയറിന്റെ കാറ്റഗറി പെടുത്താം. അത് അപകടകരമായി ചിലരോട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും പറയുന്നതാകാം, ചെയ്യുന്നതാകാം. ചിലപ്പോൾ ഏതിൻ്റെ ഒരു ലഹരിയുടെ ഉപയോഗം, അതിന്റെ ഉപയോഗം അമിതമാകുന്നത് നമുക്കൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് കണക്കാക്കാം. അടുത്ത ഒരു അവസ്ഥ ഡീവിയൻ ബിഹേവിയേഴ്സ് എന്നുണ്ട്. അതായത് വ്യത്യസ്തമായ സ്വഭാവ രീതികൾ. ചിലർക്കുണ്ട് ഭയങ്കര സംശയമാണ് എല്ലാത്തിനെയും. ചിലർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൈ കഴുകുന്ന പ്രവണത. ചിലർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്വഭാവം മാറുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്നെങ്കിൽ ഒരു അസാധാരണമായി ഇടപെടുന്നു. അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ അവർക്കറിയാം അങ്ങനല്ല ആകേണ്ടത്, പക്ഷെ എങ്കിലും പറ്റുന്നില്ല. ആരും കണ്ടിട്ടില്ലാത്ത സാധനം കാണുക, ആരും കാണാത്ത കാര്യങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള ഡീവിയൻ ബിഹേവിയറുകളുടെ കാര്യത്തിൽ വരും. അവസാനമായിട്ട് നമ്മൾ ഒരാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെ 4ാമത്തെ D, ഡിസ്ഫങ്ഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ചെയ്യേണ്ടത് ഓരോ പ്രായത്തിലുണ്ട് ഓരോ കാര്യങ്ങൾ, അല്ലേ? ഒരു 5 വയസ്സ് താഴെയുള്ള കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 5 വയസ്സിന് 10 വയസ്സിനിടെ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അവൻ്റെത് മാത്രം ചെയ്താൽ പോരാ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെറുതായിട്ട് ഇടണം. 10-20 വയസ്സിനിടയിലാകുമ്പോഴോ കുറച്ചും കൂടെ സൊസൈറ്റി, വീട് ഒക്കെയുള്ള ലെവലിലേക്ക് വരിക. എന്നാൽ ഒരു 30-20 വയസ്സിന് മുകളിലോട്ടാകുമ്പോൾ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ എല്ലാവരും ഡിമാൻഡ് ചെയ്യും. 20 വയസ്സും 30 വയസ്സുമായി ഫങ്ഷൻ അല്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്, അല്ലേ? അപ്പൊ ആ ഒരു കുഴപ്പാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ കൂടെയുള്ളവർക്കും അവർക്കൊക്കെ പ്രശ്നമാകും. ചിലരുണ്ട് 60 വയസ്സ് 70 വയസ്സായി. ഈ പ്രായത്തിലും പലതും ചെയ്യാൻ പറ്റും, എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെ ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങളാവുന്നു. അതൊക്കെ ചിലപ്പോൾ നമുക്കുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ ചില സൂചനകളാണ്. ഞാൻ 4 Dകൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞത് നമുക്കിടയിലുള്ള ചില പ്രശ്നങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ജീവിതത്തില് ദൈവം നമ്മുടെ ജീവിതങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് സമൃദ്ധിയായ ജീവിതത്തിന്റെ അവസ്ഥയാണ്. അബണ്ടൻസ് ഓഫ് ലൈഫ്, അല്ലെ ഫുൾനെസ് ഓഫ് ലൈഫ്. അതൊരു പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ്. അത് ചിലപ്പോൾ നമ്മുടെ രോഗമോ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സപ്പെടുത്താം. അതിനെയൊക്കെ മറികടപ്പാൻ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നതിനൊക്കെ നമുക്ക് സാധിക്കണം. അല്ലാതെ പറ്റും നമ്മുടെ ചിലരുടെ സഹായങ്ങൾ തേടുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ കഴിയണം. ഒരാള് നല്ലൊരു സഹായം തേടുന്നതിനർത്ഥം അവർ അത്ര സ്ട്രോങ് ആണെന്ന് തന്നെയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനൊരു മീഡിയത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർക്കൊക്കെ ഏറെ ദൈവികമായ ബലം തമ്പുരാൻ നൽകട്ടെ. ഞങ്ങൾക്കൊരു ഓൺലൈൻ ഒരു കൗൺസിലിംഗ് ടീമുണ്ട്. ആ ടീമിനകത്ത് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലർ ടീം ഞങ്ങൾക്കുണ്ട്. മൈൻഡ് റാഫ എന്നാണ് എൻ്റെ പേര്. അത് നിങ്ങൾക്ക് MINDRAPHA .com
അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിദഗ്ധരെ കണ്ടെത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെ സമൃദ്ധിയായ ജീവന്റെ അനുഭവം ഉണ്ടാകണം എന്നുള്ള ഏറെ ആഗ്രഹത്തിലാണ് അങ്ങനെ ഒരു ഓപ്പണിംഗ് വെച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന, നിങ്ങളുടെ അറിവ് മനസ്സിലാക്കാൻ കഴിയുന്ന വിദഗ്ധരായ ഒരു സൈക്കോളജിസ്റ്റ് ടീം അതിനകത്തും കാണാൻ പറ്റും. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അതുകൂടെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഹൂസ്റ്റൺ വോയിസ് അനേകർക്ക് നന്മയായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എൻ്റെ പേര് എലിസബത്ത് എംതരീൻ. ഞാൻ റവറൻ ദീപു ബി ജോൺ അച്ഛൻ്റെ വൈഫാണ്. ഞങ്ങളിപ്പം CSI സെൻറ് തോമസ് ചർച്ച് ഗ്രേറ്റർ ഹൂസ്റ്റണിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതിന് സഹായിച്ച ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ നാട് പുന്നക്കാടാണ്. അച്ഛൻ്റെ വീട് വെച്ചുച്ചിറയാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, നീതൻ നോട്ടൻ. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാടിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹൂസ്റ്റൺ വോയിസിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും കാണുവാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.